Hello guys, Hi, this is Mirza. and this is Arshida. Welcome to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. കുട്ടി ഷോപ്പിംഗ് അല്ല, ആക്ച്വലി മന്തിൻ്റെ ഷോപ്പിംഗ്. കുട്ടി ഷോപ്പിംഗ് എന്താ കുട്ടി ഷോപ്പിംഗ്? സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകും. പക്ഷെ പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന സമയത്ത് ലിസ്റ്റിലുള്ളതിനേക്കാൾ 12 ലിസ്റ്റ് ആട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ളതിനേക്കാളും അത്യാവശ്യം നല്ല അതിൻ്റെ ഡബിൾ ആയിട്ടാണ് നമ്മൾ തിരിച്ചു വരാറുള്ളത്. ആൻഡ് ഓൾസോ നമ്മൾ എൻ്റെ 2 കോട്ടുണ്ട്. കോട്ട് നമ്മൾ ലോണ്ടറിയിലോട്ടേക്ക് കൊടുക്കണം. ആൻഡ് വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളു. അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് എങ്ങനെയാണെന്ന് കാണാം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മളോട് ഖത്തറിൽ വന്ന സമയത്ത് ഫസ്റ്റ് ഇനീഷ്യൽ ആസ് എ കപ്പിൾ നമ്മൾ ഖത്തറിൽ വന്നപ്പം നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ചൊരു വെറീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് മന്തിൽ. പക്ഷെ 2ാമത്തെ മാസമായപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയില്ലേ, ലൈക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങൾ കുറച്ചും കൂടെ കുറേയായി. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ എങ്ങനെയുള്ള എക്സ്പെൻസ് എന്നുള്ളത് ഇപ്പോഴാണ് സോർട്ട് ഔട്ട് ആക്കാനായത്. അതെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങനെ ഒരു ഖത്തറല്ല ഏതെങ്കിലും ഒരു GCC കൺട്രീസിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതും കൂടെ നമ്മളിത് കൂടെ പറയുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരു മേ ബി അതൊരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. മേ ബി അതൊന്നും നമ്മൾ ഇപ്പൊ പലതും പറയുമ്പോൾ എന്താ വന്നു എന്ന് വരില്ല. പക്ഷെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രോസറി ഷോപ്പിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. മാസം അവസാനമാണ് നമ്മൾ സാധാരണ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. മിഡില് അത് ഈ പച്ചക്കറി ഐറ്റംസ് മാത്രം. പക്ഷെ സ്റ്റേഷനറി ഐറ്റംസ് ഒട്ടുമിക്ക നമ്മൾ മന്ത് എൻഡിലാണ് അടുത്ത മാസത്തേക്കുള്ള പർച്ചേസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എന്താ പറയുക, നമ്മൾ കമ്പൽ ചെയ്തിട്ട് ഹലോ ഗായ്സ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ് അങ്ങനെ നമ്മൾ പറയില്ല. അത് ഞങ്ങൾ ഒരു പുതിയ ഒരു ജേണിയാണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ മാക്സിമം കോണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നൗഡേയ്സ് നമ്മളൊരു ഡെയിലി കപ്പിൾ വ്ളോഗ്സ് അല്ലേ, ഡെയിലി നോർമൽ വ്ളോഗ്സ് ആസ് യൂഷ്വൽ നിങ്ങളെല്ലാവരെയും കാണുന്നത് പോലെ ഒരു വ്ളോഗായിരിക്കും. മുഷിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് ഞാൻ നന്നായി സംസാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാ അല്ലാ ബാക്കി വഴിയേ കാണാം. ഓക്കെ, മറ്റേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറയുന്ന പോലെ ബയ്യേ വരും. ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ്. നമ്മൾ സാധാരണ യൂഷ്വലി പർച്ചേസ് ചെയ്യുന്നത് എവിടുന്നാ വെച്ചോ, ലുലു എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യല് സാധാരണ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ മാസത്തിൽ മിഡിൽ ടൈമിലൊക്കെ നമുക്ക് പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിയർ ആയിട്ടൊരു ഷോപ്പുണ്ട്, അവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് മേ ബി ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിരിക്കാം കപ്പിൾസിനായിരിക്കും അല്ലേ. കപ്പിൾസിന് അതും പുതുതായിട്ടൊക്കെ എന്താ പറയുക, നമ്മൾ GCC കൺട്രിക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നില്ലേ, കപ്പിൾസായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൽ കുറച്ച് മിച്ചുൻ്റെ കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കൂടുതലും എൻ്റെ അടുത്ത് നിന്നേർക്ക് എന്തെങ്കിലും ചളി പൊട്ടത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. മിച്ചു ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനാണ് യൂഷ്വലി ചളികൾ കൂടുതൽ പറയുന്നത്, പക്ഷെ അതിൻ്റെ ഒരു ജാടിയും എനിക്കില്ല. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനെ ഈ ഒരു ക്ലൈമറ്റാണ് ഇഷ്ടം. ഓവർ തണുപ്പ് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചൂട് ഞാൻ ഒരു ലിമിറ്റിൽ കൂടുതൽ ഞാൻ ടോളറേറ്റ് ചെയ്യും, പക്ഷെ എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. എനിക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി മിച്ചുവിന്റെ ശരിക്കുള്ള പേര് മിർസ അഹ്റാസ് എന്നാ. ഇച്ചി അതൊന്ന് പറഞ്ഞത് എന്നോട്. ആക്ച്വലി മിച്ചുവിന്റെ പേര് മിർസ അഹ്റാസ് എന്നാ. അപ്പൊ ഈ അഹ്റാസ് എന്ന് പറയുന്ന ആ ഒരു പേര്, ഈ മിർസ അഹ്റാസ്, എനിക്കും ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നോട് ആരെങ്കിലും എന്താ ഹസ്ബൻഡിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് ഒരു കുഞ്ഞിന് നോക്കുന്നത് എന്താ ഇപ്പൊ ഇവര് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട്. കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ സഫർ ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ. ബിക്കോസ് പേര് പറയാൻ കിട്ടാത്തത്.
ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് മിച്ചുവിൻ്റെ പേര് പഠിക്കാൻ. ഒരാൾ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരാൾ പേര് ചോദിക്കുമ്പോൾ എനിക്ക് അത്രയും ഷുവറാണ്. ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ എന്നോട് ചോദിക്കും, അയ്യോ ചെക്കൻ്റെ പേരറിയില്ലേ. ഞാനിത് ഓർത്ത് വെച്ച് നടക്കുന്ന ആ ഒരു ഓർമ്മയിൽ പോലും എനിക്ക് ആ പേരിങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ, ഇപ്പം ആരെന്താ ചോദിച്ചാലും ഞാൻ പറയും. ഇപ്പം ആരെന്ത് ചോദിച്ചാലും ഞാൻ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ കിട്ടൂലേ, അതുകൊണ്ട് ഞാൻ പറയും. അങ്ങനെ പിന്നെ ഓൾസോ മിച്ചുവിൻ്റെ പേര് എനിക്ക് ഇഷ്ടാട്ടോ. നല്ല പേര്, നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള പേര്. ഞാൻ അങ്ങനെ ആരെയും കേട്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്ന മിർസ എന്നുള്ള പേര്, മിർസ അഹ്റാസ് എന്നുള്ള പേര് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ കേൾക്കുന്ന ഒരാൾക്ക്. പിന്നെ സാനിയ മിർസൻ്റെ മിർസ ഒക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഡെയിലി ലൈഫിൽ വരുന്ന നെയിംസ് ഒന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ ഐ ലൈക്ക് യുവർ നെയിം. ഐ ഓൾറെഡി ടോൾഡ് യു നാ. അത് മിച്ചുവിനോട് എല്ലാവരും പറയലുണ്ട്, മിച്ചുവിൻ്റെ പേരാണ് വെറൈറ്റി എന്നുള്ളത്. ആള് വെറൈറ്റി ഇല്ലെങ്കിലും പേര് വെറൈറ്റി ഉണ്ട്. സമയം ഓൾമോസ്റ്റ് 6:15 ആന്നേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നൊരു ചായ കുടിക്കണം. കാരണം എനിക്ക് ഭയങ്കര ഹെഡേക്ക്. നമ്മൾ ഈവനിങ്ങത്തെ ചായ കുടിക്കാതെ ഇറങ്ങിയത്. നമ്മൾ പെട്ടെന്ന് ചായ കുടിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. സോ ചായ കുടിക്കാം, എന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയവും എൻഡ് ചെയ്യുന്നൊരു സമയവും നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യും കേട്ടോ. ഇനി മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, നിങ്ങൾ ക്ഷമിക്കണേ. കാരണം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ചില സമയത്ത്. ഓക്കെ, നമ്മുടെ മിച്ചുബായി ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ മിച്ചുബായി വന്നിട്ടുണ്ട് ചായയും കൊണ്ടിട്ട്. ചായ കാരണം തലവേദന ഭയങ്കരമായിട്ടാണ്. എനിക്ക് തലവേദന വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും കഴിയൂല. നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ ഞാൻ ഒരു കോഫി ലവറാണ്. മിച്ചു ചായ പേഴ്സൺ ആണ്. എന്താ മേടിച്ചേ? ഉള്ളിവട അല്ലേ ഞാൻ പറഞ്ഞത്? പക്കവടയാ? ഓക്കെ, തൽക്കാലം അത് മതി. വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചുമ്മാ കേട്ടോ. എനിക്ക് അങ്ങനെ ഇന്നത് പ്രിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉള്ളിവട എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് പക്കവട കിട്ടിയപ്പോൾ ഉള്ളൊരു സംഭവം. പക്ഷെ പക്കവടയിൽ ഉള്ളിവട ഉണ്ട്, ഉള്ളിയുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ചായ കൂടി കഴിഞ്ഞു. ഇനി നേരെ ലുലുമാളിലേക്കാണ്. ലുലുമാള് പോയി പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴാണ് കഴിയുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഫ്രൈഡേയ്സിലും തേഴ്സ്ഡേ ഈവനിങ്ങും ഒക്കെയാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോവാറ്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് ട്യൂസ്ഡേ ആ പോകുന്നത്. അപ്പോൾ മന്തിൻ്റെ പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തത് കൊണ്ട് ആ ഒരു വേറെ ഒന്നും വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പ്ലാൻ മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ മാസം ലാസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളും ഫിനിഷ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്ലാനിനനുസരിച്ചിട്ട് തന്നെ പോകണമെന്നുള്ള ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ പ്ലാനിന് പോകുമെന്നുള്ള ഒരു ധാരണയൊന്നും നമുക്കില്ല. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിൽ പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ബാലൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു എന്താ മെസ്സപ്പ് ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ അവിടെ കുറെ കൺഫ്യൂഷൻസ് ആൻഡ് സംഭവങ്ങൾ വരാനുണ്ട്. അപ്പോൾ എല്ലാ ടൈമും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിലായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് നമുക്കും നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ. നമുക്ക് ഒന്നിനെ കുറിച്ചിട്ടും കൂടുതൽ. പിന്നെ ഈ ഒരു മാസം നമ്മളെ പർച്ചേസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഈ പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ മേടിക്കുന്നത്. ബാക്കിയുള്ള ഒരു സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് മേടിക്കില്ല. ഈവൻ ദോ നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുവാണെങ്കിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും കൂടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ലുലുമാളിൽ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ പർച്ചേസ് നമുക്ക് കാണാം. നമുക്കെപ്പം അവിടെ ലുലുവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. പാർക്കിംഗ് അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഫൈനലി നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കും അല്ലേ, മന്തിൻ്റെ ആയതുകൊണ്ടേയിരിക്കും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നു.
സമയം 7 മണി കറക്റ്റ് ഷാർപ്പ് 7 മണിക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലുലുവിലാണ്. നമ്മുടെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ടൺ 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 ടൺ. ഓ ചേട്ടാ ഇടിക്കല്ലേ ചേട്ടാ. ആ ഇത് മേടിക്കാം നമുക്ക്. മാഷ്മെല്ലോ മക്രോണി മേടിക്കണം. ഒരു മാഷ്മെല്ലോ മേടിച്ചാലോ? അതെടുത്തോ. ഇത് വേണ്ടി വരും. ഒറ്റ പേജ് ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രമേ വീട്ടിലുള്ളൂ. അതാ അതിൻ്റെ ബാക്കിലുണ്ട്. കണ്ണ് കാണുന്നില്ല അല്ലേ? നൂഡിൽസ് ഇതൊന്നും മേടിക്കാം. പിന്നെ നമുക്ക് ആ എരിവുള്ള നൂഡിൽസ്, കൊറിയൻ നൂഡിൽസ് മേടിക്കാം. അതേക്കും ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ, കിച്ചൺ ഐറ്റംസ് ഈ സംഭവങ്ങളൊക്കെ കൂടുതലും പർച്ചേസ് ചെയ്യാം മിച്ചു ആയിരിക്കും. മിച്ചുവിനാണ് ആ കാര്യത്തിൽ കുറച്ചും കൂടി എന്നെക്കാളും ഒരു ഇതുള്ള നോക്കി എടുക്കുന്ന ആ ഒരു ഡ്യൂട്ടി ഉള്ളത് മിച്ചുവിനാണ്. എനിക്ക് യൂഷ്വലി ഞാൻ അങ്ങനെ ഇല്ലാണ്ട് ഒന്നും നോക്കലില്ല. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കലുണ്ട്. എനിക്ക് ആവശ്യമില്ലാത്തടത്തൊക്കെ ഞാൻ പോയിട്ട് ഓരോ സാധനങ്ങളും മേടിച്ചിടാം. അപ്പോൾ എണ്ണം കൂടും. ലൈക്ക് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതിനേക്കാളും അത്യാവശ്യം നല്ല രീതിക്ക് സാധനങ്ങൾ എക്സ്ട്രാ വരും. ഓരോ സംഭവങ്ങൾ നമ്മളിങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഓരോന്ന് മേടിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കും. ഓക്കെ. ആൻഡ് ലാസ്റ്റാണ് വിറ്റ്. നമുക്ക് ഈ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും സാധനങ്ങൾ ടിക്കറ്റിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എടുത്തിട്ടിട്ടുണ്ടായിരിക്കും. എന്താ ശരിക്കും എങ്ങനെയാണെന്നറിയോ? പുതിയ മോഡൽ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇതേന്നോ രണ്ട് സെയിം അല്ലേ? അല്ല, ഇത് ഡാർക്ക് ചോക്ലേറ്റ്, അത് കോംബോ ഉണ്ടാവും. ഇത് പ്യുവർ ഡാർക്ക്. കുഴപ്പമില്ല, ഇത് എടുക്കാല്ലേ? ബ്രൗണി ഇത് പത്തിരിപ്പൊടി ഇത് വേണം. ഇനി നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പോയിട്ട് വരുന്നേരം ബാക്കിയുള്ള പത്തിരിപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇതെടുത്താൽ മതി കേട്ടോ തൽക്കാലം. ഇതാണ് നമ്മൾ നൂഡിൽസ് സെഡാവ്. ഇത് എവിടാ? പക്ഷെ അതിൽ കണ്ട പോലെ തന്നെ മേടിക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ സാധനം ഇതാ കിട്ടിയിട്ടുണ്ട്. സെയിമാ? ഓക്കെ. And this is for my Fidu stories. Almarai Fidu. മാംഗോ ഏതാ വേണ്ടേ? മാംഗോ എടുത്താലോ? ഞാൻ വേണ്ട, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇനിയുള്ള പർച്ചേസ് കുറച്ചൊക്കെ നമുക്ക് ഫുഡ് ബ്ലോഗും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതായത് കുക്കിംഗ്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കൈ വേദന എടുക്കുന്നു. ആക്ച്വലി ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞാനൊരു ബാഗ് പോലും എടുക്കില്ല. എനിക്ക് ബാഗ് പോലും എനിക്കിഷ്ടമില്ല. അപ്പോൾ ആ ഒരു ബാഗിന് പകരം നമ്മളിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തതാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പാലൊക്കെ മേടിക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ ഒരു പാല് തീരുന്നതിനനുസരിച്ച് നമ്മൾ മേടിക്കും. പക്ഷെ ഓൾറെഡി എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ മാസം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ അതിന് തന്നെ ഇത് ഒരു 4 എണ്ണം ഉള്ളത് ബലദിനം
ബലദിൻ, ഇത് ബലദിനിൻ്റെ ബല 4 എണ്ണം വരും. ഇങ്ങനത്തെ 2 എണ്ണം നമ്മൾ മേടിക്കുന്നത്. നമ്മളുടെ കേസിൽ അതൊരു 15 ദിവസത്തേക്കൊക്കെ പോകുമല്ലേ നമ്മുടെ കേസിൽ. കാരണം നമ്മൾ 2 നേരം ചായ കുടിക്കുന്നത്, ചായയല്ല കോഫി, അത് നമ്മൾ ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിലാക്കി വെക്കും. നമുക്ക് അങ്ങനെ വലിയ ചിലവ് വരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊരു കോൾഡ് കോഫി കുടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരാറുള്ളൂ വിരുന്നുകാർ വരുമ്പോഴും. ഇവിടെ ഖത്തറിൽ വന്നിട്ട്, നാട്ടിൽ ഞാൻ അത്യാവശ്യം ഒരു ബട്ടർ പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഖത്തറിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ ഫ്ലോറിൻ്റെ ബട്ടർ. അടിപൊളി ബട്ടറാണ്. ഒരിക്കൽ മറ്റേ ആ ബൺമസ്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ ഒരു ബട്ടർ വെച്ചിട്ട് ഞാൻ ബൺമസ്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ആൻഡ് ഇഫ് യു ആർ എ കോഫി പേഴ്സൺ ലൈക്ക് അസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് അസ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് മീ, നോട്ട് ബിച്ചു, ഓക്കെ, ലൈക്ക് മീ, നെസ്കഫേൻ്റെ റെഡ് മഗ് ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോഫി പൗഡറാണ് കേട്ടോ ഇത്. നിങ്ങൾ ലൈക്ക് എന്താ പറയുക, നോർമൽ രീതിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് കോഫി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഡെയിലി റുട്ടീനിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. ദിസ് വൺ ആണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ട്രോളി ഉന്തിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറേ ഒന്നും വീഡിയോസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നില്ല. ട്രോളി ഉന്തിയിട്ട് നടക്കാൻ കഴിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും കൂടിയിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സ്, അതുപോലെ തന്നെ ഡേറ്റ്സ്, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട്. ബിക്കോസ് നമ്മളുടെ സവാദിക്ക നാട്ടിൽ പോകുന്നതാണ്, എൻ്റെ ചാച്ചൻ. അപ്പോൾ നാട്ടിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസും കൂടെ ഉണ്ട്. ബ്രദർ, ചാച്ചൻ മീൻസ് മൈ വൺ ആൻഡ് ഓൺലി ബ്രദർ ഹൈദർ. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല, അത്രയും തിരക്ക്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേന് ഒരു ടൈമായിപ്പോയി, ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അത്രയും തിരക്കായിരുന്നു മൊത്തം. ലാസ്റ്റ് നമ്മൾ മുട്ട മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇനി കുറച്ച് സ്വീറ്റ് ഐറ്റംസ് മേടിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് പുതിയാപ്പിളക്കോര. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? പുതിയാപ്പിളക്കോര എന്നല്ലേ പറയാം. ഒരു പുതിയാപ്പിള തന്നെയാണ് മീനിനെ കണ്ടിട്ടുണ്ടെങ്കിൽ. നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു മീനാണ് അത്. ഓക്കെ, ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾക്കിവിടെ ചെമ്മീൻ ഇപ്പോൾ ഓർഡർ കൊടുക്കുന്നില്ല. കാരണം ക്ലീൻ ചെയ്തിട്ട് തരാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ കൊടുക്കുന്നില്ല. പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇതാ കാണുന്നു, ലൈക്ക് ക്രാബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിക്കാനുള്ളൊരു മടി കൊണ്ടാണ് അത് കഴിക്കാറ്. ഫൈനലി നമ്മൾ ബില്ലിങ്ങിൻ്റെ അവിടേക്ക് കയറിയിരിക്കുന്നു. അത്യാവശ്യം ഭയങ്കര റഷ്. ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്ക് ഇത്രയും റഷ് വരുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതിൽ വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റഷിൽ പർച്ചേസ് ചെയ്തത് ഇപ്പോഴാണ്. ഫൈനലി ഗായ്സ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഫിനിഷായി. തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ മിച്ചു ബൈക്ക് എന്താ പറയാനുള്ളത്? എന്തൊരു തിരക്ക്, എന്ത് തിരക്കാ, ഭയങ്കര തിരക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈമാ എങ്ങനെ തിരക്ക്. അതും നമുക്ക് ഞങ്ങൾ നടന്ന് കുഴങ്ങിപ്പോയി. കാരണം എന്താ അറിയോ, ഇയർ എൻഡിൽ തന്നെ നമ്മള് വരില്ലേ. പക്ഷെ ഇന്ന് ഭയങ്കര ആന്ന്, ഇയർ എൻഡാന്ന് മന്ത് എൻഡാന്ന്. നമ്മൾ ഇയർ എൻഡിലല്ലല്ലോ, സോറി, മന്ത് എൻഡിലാന്നല്ലേ വരുന്നത്. പക്ഷെ ഞാനിവിടെ വന്നിട്ടില്ലേ ഫസ്റ്റ് ടൈം. കാരണം നമ്മൾ ട്രോളിയൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് അടുത്ത സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കാം. എന്നിട്ട് ആ സാധനം എടുത്ത് വന്നിട്ട് ട്രോളിയിൽ പിന്നെയും കൊണ്ടുവന്ന് വെക്കും. പിന്നെയും നമ്മൾ നടക്കും, പിന്നെയും കൊണ്ടുവന്ന് വെക്കും. നടന്ന് കാല് പോയി. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ചെറിയ വലിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് മീ അർഷിത ആൻഡ് ദിസ് ഇസ് മിർസ signing off. Bye.